ഈ വീഡിയോയിൽ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഖത്തറിന് ശരിക്കും കിട്ടിയൊരു അടി, ശരിക്കുള്ള അടിയാണ്. കാരണം യുദ്ധം നടന്നു, ശരിയാണ്, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ്. പല രാജ്യങ്ങൾക്കെതിരെയും ഇറാൻ മിസൈലുകളൊക്കെ അയച്ച്, ഡ്രോൺ അയച്ചു, ചില റെസിഡൻഷ്യൽ ഏരിയകൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു. പല രാജ്യങ്ങളുടെ ഉള്ളിലും അമേരിക്കയുടെ ബേസുകളാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഖത്തറിന് സംഭവിച്ച നഷ്ടം അത് മറ്റുള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു ലോങ് ടേം നഷ്ടം സംഭവിച്ചിട്ടില്ല. ഖത്തറിനാണ് ഒരു ലോങ് ടേം ലോസ് സംഭവിച്ചിരിക്കുന്നത്. 5 വർഷം എടുക്കുമെന്നാണ് പറയുന്നത് ഖത്തറിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട്. 17% അവരുടെ LNG പ്രൊഡക്ഷനാണ് സ്റ്റോപ്പായത്. 17%, ചെറിയൊരു ക്വാണ്ടിറ്റി അല്ല. അതായത് ആനുവലി റവന്യൂ $20 ബില്യൺ ആനുവൽ റവന്യൂ ഇമ്പാക്റ്റഡ്. അതായത് $20 ബില്യൺ വരുമാന തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഖത്തറിന്. ചെറിയ നഷ്ടമല്ല. ഖത്തർ ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായിട്ട് കൊടുത്ത എയർക്രാഫ്റ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 400 മുതൽ 500 മില്യനാണ് വർത്ത് വരുന്ന ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ്. അതാണ് റോയൽ എയർക്രാഫ്റ്റ് ആണ്. ബോയിങ്ങിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ട്രംപിന് കൊടുക്കുന്നു, മോഡിഫൈ ചെയ്ത്. US പ്രസിഡന്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുകയാണ്. പ്രസൻറ്റ് ബ്രൈബാണ്. അത് ട്രംപിനെ വളയ്ക്കുകയാണ്. അതിനാണ് അവർ 400 മില്യൻ്റെ യാത്രാ വിമാനം ഓഫർ ചെയ്തത്. അത് 400 മില്യനാണ്. ഇവിടെ ഞാൻ പറയുന്നത് $20 ബില്യൺ ലോസ്. അപ്പോൾ ഇത് ഖത്തറിന് ശരിക്കും ഖത്തർ പല ഏരിയകളിലും ഇതേപോലെ ബ്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ്. വേൾഡ് കപ്പ് അവരെങ്ങനെ കൊണ്ടുവന്നു അത് വളരെ വ്യക്തമായിട്ട് ലോകം മനസ്സിലാക്കിയ വിഷയമാണ്. ഫിഫ വേൾഡ് കപ്പ് ഖത്തറിലേക്ക് അവർ കൊണ്ടുവന്നു. ഖത്തറിനെ ഒരു ഗ്ലോബൽ ഹബ്ബായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ച ഒരു വിഷയമാണ് ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിൽ വെച്ച് നടത്തിയത്. അതിന് വേണ്ടിയിട്ട് അവർ എത്ര പേർക്ക് പണം കൊടുത്തു എന്നുള്ളത് ചാർട്ടിട്ട് കൃത്യമായിട്ട് പല വാർത്താമാധ്യമങ്ങളും അന്ന് പരസ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ പല സ്ഥലങ്ങളിലും ഇവരുടെ ഇൻഫ്ലുവൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ പൈസ മുടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇവർ പൈസ ഇട്ട് എറിഞ്ഞ് കളിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന നഷ്ടങ്ങളും പല സാഹചര്യങ്ങളിലും വലുതാകുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ 17% നഷ്ടം എങ്ങനെയാണ് സംഭവിച്ചത്? ഇസ്രായേൽ സൗത്ത് പാർ എന്ന് പറഞ്ഞ ആ ഐലൻഡിൽ ഒരു അറ്റാക്ക് നടത്തുകയാണ്. ഈ സൗത്ത് പാർ ഐലൻഡ് ഇറാനും ഒരുമിച്ച് ഗ്യാസ് എടുക്കുന്ന സ്ഥലമാണ്. ഇറാനും അവിടെ സ്റ്റേക്ക് ഉണ്ട്, ഖത്തറിനും അവിടെ സ്റ്റേക്ക് ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരു ധാരണയിലാണ് ഇവിടെ നിന്നും ഗ്യാസ് എടുക്കുന്നത്. അവിടെ ഇസ്രായേൽ അറ്റാക്ക് നടത്തി. അപ്പോൾ ഖത്തർ അവിടെ ചോദിക്കുന്നത്, എക്സ്ക്യൂസ് മീ, ഇവിടെ ആരാണ് അറ്റാക്ക് നടത്തിയത്? ഉടനെ അമേരിക്കയുടെ ചോദിക്കാനാണ്, ഡിഡ് യു നോ? ട്രംപ് പറയുന്നത്, എനിക്കറിയത്തില്ല, എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇസ്രായേൽ നിങ്ങളുടെ അനുവാദം വാങ്ങിയില്ലേ? ഇസ്രായേൽ എൻ്റെ അനുവാദം വാങ്ങിയില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ നേരെ ഇസ്രായേലിനോട് ചോദിക്കുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ട്രംപിൻ്റെ അനുവാദം പർട്ടിക്കുലർ ടൈമിൽ വാങ്ങിയില്ല, പക്ഷേ അറ്റാക്ക് ചെയ്യാനുള്ള ഗ്രീൻ സിഗ്നൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ഇത് ആരിപ്പോൾ ഏറ്റെടുക്കാൻ? യുദ്ധമാണല്ലോ. ഇസ്രായേൽ അറ്റാക്ക് നടത്തി, സൗത്ത് പാറിൽ അറ്റാക്ക് നടത്തി. ഇസ്രായേലിന് ഖത്തറിൻ്റെ അടുത്ത് ചെറിയൊരു ഗ്രഡ്ജ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഖത്തറാണ് ഹമാസിനെ ഫണ്ട് ചെയ്യുന്നത്. ബ്രദർഹുഡ് ടീമുകളെ ഫണ്ട് ചെയ്യുന്നത് ഖത്തറാണ്. ഹമാസിന് ഷെൽട്ടർ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഖത്തർ ചെയ്യുന്ന പ്രവർത്തികളാണ്. ഈ പ്രവർത്തികളോടൊക്കെ ഇസ്രായേലിന് വിയോജിപ്പുണ്ട്. ഇസ്രായേൽ ഖത്തറുമായിട്ട് പലപ്പോഴായിട്ട് ചർച്ചകൾ നടത്തുമ്പോഴും അവരുമായിട്ട് പല വിഷയങ്ങളിൽ യോജിക്കുന്നില്ല. ആ യോജിക്കാത്ത വിഷയങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ബ്രദർഹുഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹമാസിന് ഷെൽട്ടർ കൊടുത്തിരിക്കുന്നത്, അതേപോലെ ഗാസയ്ക്കുള്ളിൽ ഫണ്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം ഇസ്രായേലിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. ഇതൊരു സൈഡിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഖത്തർ ഈ അവസ്ഥയിലെത്തി? ഖത്തർ ശരിക്കും പറഞ്ഞാൽ ഖത്തറിൻ്റെ ഭരണം ഹമദ് ബിൻ അൽ താനി എന്ന് പറഞ്ഞ അന്നത്തെ ഖത്തർ ഭരണാധികാരിയുടെ മകനായിട്ടുള്ള ഹമദ് ബിൻ അൽ താനി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഖത്തറിന് നിർണായകമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത്. ഖത്തർ ഇതിന് മുമ്പ്, ഈ ഹമദിൻ്റെ മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സൗദിയുടെ ഒരു ബ്രാഞ്ചായിട്ടാണ് ഖത്തറിനെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഹമദ് ബിൻ അൽ താനി ഭരണത്തിൽ വന്ന ഉടനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ സൗദി നയത്തിൽ മാറ്റം വരുത്തി. സൗദി നയത്തിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ എന്തിനിപ്പോൾ സൗദിയുടെ അടിയിൽ കിടന്നിങ്ങനെ എഴയുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾക്ക് ഗ്യാസ് ഇല്ലേ, നമ്മൾ വിറ്റ് പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ പോളിസി മാറ്റം വരുത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു ശക്തിയായിട്ട് വളർന്നു വരാൻ ഖത്തർ ആഗ്രഹിച്ചത്. അത് എല്ലാ നേതാക്കൾക്കും, പുതുതായിട്ട് വരുന്ന നേതാക്കൾക്കും ഒരു എനർജറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവുമല്ലോ, ആ അപ്രോച്ച് ആയിരുന്നു അത്. സൗദി അറേബ്യയിലും MBS വന്ന ഉടനെ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഖത്തർ ആ സമയത്ത് തീരുമാനിച്ചതാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവർ അൽ ജസീറ എന്ന് പറഞ്ഞൊരു ചാനൽ ലോഞ്ച് ചെയ്ത്. ഈ ചാനലിൽ അറബ് രാജ്യങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും സീക്രട്ടുകൾ വരെ ഇവർ വെളിപ്പെടുത്താൻ തുടങ്ങി. പല അറബ് രാജ്യങ്ങൾക്കും അൽ ജസീറ എന്ന് പറയുമ്പോഴത്തേക്കും താല്പര്യമില്ല. കാരണം എന്താണ്? ഇവർ
അറബ് രാജ്യങ്ങളുടെ പല ഡിപ്ലോമാറ്റിക്കൽ കോൺഫിഡൻഷ്യൽ വിഷയങ്ങളൊക്കെ ഇവർ വിളിച്ച് പറയും. അറബ് വസന്തമൊക്കെ റിപ്പോർട്ട് ചെയ്തതിൽ അൽ ജസീറയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയിലെ ട്വിൻ ടവർ പൊളിച്ചിട്ട് ഒസാമ ഇൻ്റർവ്യൂ കൊടുത്തത് ഖത്തർ അൽ ജസീറയ്ക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സൈഡിലും ഇരുട്ടറയിൽ കഴിയുന്നവൻ്റെ കൂടെയും ബന്ധമുണ്ട്, അതേസമയം ലൈംലൈറ്റിലുള്ള ഇൻ്റർനാഷണൽ രാജ്യങ്ങളോടും ബന്ധമുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതാണ് ഖത്തറിൻ്റെ വീക്ക്നെസ്സും അതാണ് ഖത്തറിൻ്റെ സ്ട്രെങ്ത്തും. അതിനെയാണ് അവരെടുത്ത് കാശാക്കിയത്. ആ സമയത്ത് പല രാജ്യങ്ങളോടും ഖത്തർ നെഗോസിയേഷൻ ചെയ്തതിൽ അൽ ജസീറ ചാനലിന് വലിയ പ്രാധാന്യമുണ്ട്. ചാനലിനെ പേടിച്ചിട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരരുത്, ആ റിപ്പോർട്ട് പുറത്തു വരരുത്, ഈ രീതിയിലാണ് അൽ ജസീറ പെരുമാറിയതായിട്ട് വാർത്തകളുണ്ട്. ഇതെല്ലാം തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഒരു ഗ്രഡ്ജായിട്ട് തന്നെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് അമേരിക്ക 2017 ഖത്തർ തീവ്രവാദികൾക്ക് ഫണ്ടിങ് നൽകുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയത്. അതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് GCC രാജ്യങ്ങളും ഖത്തറിനെ ഉപരോധിച്ചത്. ഒരു 3-4 വർഷം ഈ റൈവൽറി മുന്നോട്ട് പോയിരുന്നു. അതിനെ തുടർന്ന് ഖത്തർ പല രീതിയിലും വേൾഡ് കപ്പ് കൊണ്ടുവന്നായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഖത്തറിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. പൈസ കൊടുത്ത രാജ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതാണ് അവർ ചെയ്തിരുന്നത്. ട്രംപ് ഇങ്ങനെ ഖത്തർ തീവ്രവാദികളെ ഫണ്ട് ചെയ്തു എന്ന് കേട്ട ഉടനെ തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഉപരോധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അൽ ജസീറ ഖത്തറിനെ ഉപരോധിച്ചത് മാത്രമല്ല, ഖത്തറിന്റെ ബാങ്കിങ് GCC രാജ്യങ്ങളിൽ തടഞ്ഞ് അൽ ജസീറ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് GCC രാജ്യങ്ങളിൽ നിന്ന് വിലക്കി. ചാനലിനെയാണ് ആദ്യം വിലക്കിയത്. കാരണം അത്ര വൈരാഗ്യമുണ്ടായിരുന്നു. കാരണം ഈ തമ്മിലടിപ്പിക്കുക എന്നുള്ള പരിപാടി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാനലായിട്ട് അൽ ജസീറ അന്ന് വളർന്ന് പന്തലിച്ചിരുന്നു. അന്ന് GCC രാജ്യങ്ങൾ ഖത്തറിൻ്റെ അടുത്ത് വെച്ച റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, തുർക്കി ബന്ധം ഒഴിവാക്കുക, തുർക്കിയുമായിട്ട് ചേർന്നുള്ള ഗൂഢാലോചന അത് ഒഴിവാക്കുക, ഹമാസിന് ഷെൽട്ടർ കൊടുക്കാതിരിക്കുക, ബ്രദർഹുഡിന് ഫണ്ട് ചെയ്യാതിരിക്കുക, ഇറാൻ ബന്ധം ഒഴിവാക്കുക, അൽ ജസീറ ചാനൽ അടച്ചു പൂട്ടുക. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അന്ന് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഇപ്പം ഇന്ന് അതൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്ന് അതൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് അത് സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇറാൻ യുദ്ധം നടക്കൂലായിരുന്നു. ഇന്ന് ഇറാൻ യുദ്ധം നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഖത്തറിൻ്റെ പോളിസികളാണ് ഈ ഇറാൻ കോൺഫ്ലിക്റ്റ് നടക്കാൻ വരെ കാരണമായി തീർന്നിരിക്കുന്നത്. കാരണം ഖത്തർ അന്നേ ഒതുങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ രാജ്യങ്ങളൊക്കെ ഒതുങ്ങിയിരുന്നേനെ. എന്നിട്ട് ഖത്തർ എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഖത്തർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഖത്തർ അവരൊരു നന്മമരമാണ്, അവർ മീഡിയേറ്റേഴ്സാണ്, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് എന്നുള്ള രീതിയിൽ അവർ തന്നെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയതാണ് ഈ മീഡിയേഷൻസ്. പല രാജ്യങ്ങളുടെയും ഇടയിൽ മീഡിയേഷൻ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു? അമേരിക്കയ്ക്കും താലിബാനും ഇടയിൽ അവർ നടത്തിയ മീഡിയേഷനാണ് ഏറ്റവും നിർണായകമായിട്ടൊരു മീഡിയേഷനായിട്ട് അമേരിക്കയുടെ സപ്പോർട്ട് കൂടുതൽ പിടിച്ചു പറ്റാൻ സഹായകരമായത്. എന്നിട്ട് ഖത്തർ ഒരു കാര്യം ചെയ്തു, അവർ പൈസ മുടക്കി. ഖത്തറിൻ്റെ ഉള്ളിൽ അമേരിക്കയുടെ അൽ ഉദൈദ് എയർബേസ് ഉണ്ട്. അമേരിക്കയുടെ സെൻകോമിൻ്റെ കമാൻഡ് യൂണിറ്റുള്ള എയർബേസാണ് അവിടെ ഉള്ളത്. അതിന് കാരണം എന്താണ്? അമേരിക്ക എന്തുകൊണ്ടാണ് ഖത്തറിൽ കൊണ്ട് സെൻകോം എയർബേസ് വെച്ചിരിക്കുന്നത്? അത് അമേരിക്കയുടെ ചിലവല്ല, അത് ഖത്തറിൻ്റെ ചിലവാണ്. ഏതാണ്ട് $80 ബില്യൺ ചിലവുണ്ട് അത് അവിടെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് മുടക്കിയത് ഖത്തറാണ്. ഖത്തർ അവർക്ക് ആ ഏരിയയിൽ ഡോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഖത്തറിൻ്റെ മേളിൽ ആരും തന്നെ ഒരു ആക്രമണം നടത്താൻ പാടില്ല. അത് നടത്തിക്കഴിഞ്ഞാൽ അമേരിക്കയെ അറ്റാക്ക് ചെയ്തതിന് തുല്യമാണ് ഖത്തറിനെ അടിക്കുന്നത്. ആ ഒരു ടാഗ് ലൈൻ വരുത്താനാണ് ഖത്തർ പൈസ മുടക്കി അമേരിക്കയുടെ ബേസ് അവിടെ കൊണ്ടുവച്ചത്. അല്ലാതെ പലരും വിചാരിക്കും അമേരിക്കയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ട് ബേസ് വെക്കുന്നത് എന്നുള്ളത്. ഖത്തർ വെച്ച് കാണിച്ചു കൊടുത്താണ് ഒരു കോമ്പറ്റീഷൻ ആയത്. അമേരിക്ക അവരുടെ ബേസ് വെക്കാൻ ആഗ്രഹിച്ചിരുന്നത് ബഹ്റൈനിലാണ്. അവിടെ അവർക്ക് നേവൽ 5th ഫ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബേസ് ഉണ്ട്. അതാണ് അവർ അവിടെ നിലനിർത്തി പോന്നിരുന്നത്. അത് അമേരിക്കയുടെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസുമാണ്. അഫ്ഗാൻ യുദ്ധത്തിലായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലായിക്കോട്ടെ, എല്ലാ കാലത്തും അവർ ഉപയോഗിച്ചിരുന്നത് ബഹ്റൈൻ ബേസാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഖത്തർ പൈസ കൊടുത്ത്, പണം കൊടുത്ത് കൊണ്ടുവന്നതാണ് അൽ ഉദൈദ് എയർബേസ്. അപ്പോൾ ഇങ്ങനെ പല കാലഘട്ടങ്ങളിലും ഒളിച്ചുകളി നടത്തിയ ഖത്തറിനാണ് കൃത്യമായിട്ടുള്ള അടി കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ $20 ബില്യൺ നഷ്ടം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇസ്രായേൽ സൗത്ത് പാർ അറ്റാക്ക് ചെയ്ത ഉടനെ തന്നെ ഇറാൻ എന്ത് ചെയ്തു? ഖത്തറിൻ്റെ മെയിൻലാൻഡിൽ പ്രവർത്തിക്കുന്ന റാസ് ലഫാൻ എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് പ്ലാന്റ്, അതിലേക്കാണ് അറ്റാക്ക് നടത്തിയത്. ഈ രണ്ട് സൗത്ത് പാറിലും റാസ് ലഫാനിലും നടന്ന അറ്റാക്കിലാണ് 17% LNG പ്രൊഡക്ഷൻ ഷോർട്ടേജ് വന്നിരിക്കുന്നത്. ഇത് നികത്താൻ 5 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അപ്പം ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ വിചാരിക്കുന്നത് ഖത്തറിന് കിട്ടിയ പണി കണക്കിന് കിട്ടിയതാണെന്നാണ് വിചാരിക്കുന്നത്. ഖത്തറിലെ റാസ് ലഫാൻ നാച്ചുറൽ ഗ്യാസ് ഫെസിലിറ്റിയിൽ 77 മില്യൺ മെട്രിക് ടണ്ണാണ് അതിൻ്റെ ഗ്യാസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞായറാഴ്ച ടു തിങ്കളാഴ്ച ആ ഒരു രാത്രിയിൽ ഖത്തറിൻ്റെ ഇതേ റാസ് ലഫാൻ ഗ്യാസ് സ്റ്റേഷനിൽ വീണ്ടും ഒരു പൊട്ടിത്തെറി. അപ്പം ഈ പൊട്ടിത്തെറിയുടെ നഷ്ടം എത്രയാണെന്നുള്ളത് ഖത്തർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 13 പേര് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ 18 വരെ കാണാനില്ല. ഇതിനകത്ത് ഏത് നാഷണാലിറ്റി ഉള്ള ആൾക്കാരെന്നുള്ളതൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇതും കൂടി വരുമ്പോൾ ഖത്തറിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ഖത്തർ ഇപ്പം താൽക്കാലികമായിട്ട് റാസ് ലഫാൻ നാച്ചുറൽ ഗ്യാസ് പ്ലാന്റിൽ നിന്നുമുള്ള കയറ്റുമതി നിർത്തിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ആ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് ഒരു സമാധാന ചർച്ച എന്നുള്ള നിലയിൽ ഖത്തറും പാകിസ്ഥാനും കൂടെയൊക്കെ ചേർന്ന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 60 ദിവസത്തെ ഡീൽ ഒപ്പിട്ട സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ശക്തമായി തന്നെ അവരുടെ ബിസിനസ് മേഖലയിലേക്ക് തിരിച്ചു വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖത്തറിന് ഇപ്പോൾ വീണ്ടും ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത്. ഇത് ശരിക്കും ഖത്തറിന് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രീവിയസ് അറ്റാക്കിൽ തന്നെ ഏതാണ്ട് 20 ബില്യനാണ് ഖത്തറിൻ്റെ ആനുവൽ ലോസ് എന്ന് പറയുന്നത്, റവന്യൂ ലോസ്. അപ്പോൾ ഇതും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഖത്തറിനുണ്ടാകാൻ പോകുന്ന നഷ്ടം വളരെ വലുതാണ്. ശരിക്കും ഖത്തർ ട്രാപ്ഡ് ആണ്. അപകടത്തിന് കാരണം ഒരു ടെക്നിക്കൽ ഫോൾട്ടാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവർ ഈ പ്രതിസന്ധി മറികടക്കും, ഇല്ലാന്നില്ല. പക്ഷേ നിലവിൽ ഒരു 5 വർഷത്തേക്ക് ഈ ലോസ് വലിയൊരു ലോസ് തന്നെയാണ് ഖത്തറിന്. തീർച്ചയായിട്ടും തീവ്രവാദികൾക്ക് ഒരു സൈഡിലൂടെ പണം കൊടുക്കുകയും അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളെയും പൈസ കൊടുത്ത് സ്വാധീനിക്കാനുള്ള ഖത്തറിൻ്റെ ആ ഒരു സ്വഭാവത്തിന് കിട്ടിയ ഒരു തിരിച്ചടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.